അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ നോക്കിക്കാണുന്നത് 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 13ാമത്തെ പാഠമായ അദ്ഹ വ അമറു എന്ന പാഠത്തിൻ്റെ തദ്രീബാത്താണ്. ആദ്യത്തെ വർക്ക് നഖ്റഉ വ നഫ്ഹമു, നമുക്ക് വായിക്കാം, നമുക്ക് മനസ്സിലാക്കാം. അദ്ഹ വ അമറു, അതിഭീകരമാണ്. അർരിജാലു, പുരുഷന്മാർ. അന്നിസാഉ, സ്ത്രീകൾ. മീസാനുൻ, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ്. കിതാബുൻ, നന്മ തിന്മകൾ എഴുതപ്പെടുന്ന ഗ്രന്ഥം. സിറാത്തുൻ, നരകത്തിനു മുകളിലുള്ള പാലം. മുഅ്മിനുൻ, സത്യവിശ്വാസി. മുനാഫിഖുൻ, കപടവിശ്വാസി. അമലുൻ, കർമ്മം. ഹിസാബുൻ, വിചാരണ. ഇനി അതിൽ തന്നെയുള്ള 2ാം ഭാഗം ബി. പാദരക്ഷ. പാദരക്ഷ എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, ഷൂ മുതലായവ, അഥവാ നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുന്ന വസ്തു. കപടവിശ്വാസി, മനസ്സിൽ വിശ്വാസമില്ലാതെ വിശ്വാസിയാണെന്ന് നടിക്കുന്നവൻ. മനസ്സിൽ വിശ്വാസമില്ലാതെ മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന് പറഞ്ഞ് വിശ്വാസം നടിക്കുന്നവർക്കാണ് കപടവിശ്വാസി എന്ന് പറയുന്നത്. 2ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നംല ഉൽ ഫറാഹ്, വിട്ട ഭാഗം പൂരിപ്പിക്കാം. 1. അമ്പിയാക്കൾ ഡാഷ് ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും. അമ്പിയാക്കൾ ഹിസാബ് അഥവാ വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും. 2. ചിലർ മിന്നൽ വേഗതയിൽ ഡാഷ് കടന്നു പോകും. അവിടെ ചിലർ മിന്നൽ വേഗതയിൽ സിറാത്തിലൂടെ കടന്നു പോകും. സിറാത്തിലൂടെ എന്ന് ചേർത്ത് കൊടുക്കാം. 3. വിചാരണയ്ക്ക് ശേഷം കർമ്മങ്ങൾ ഡാഷിൽ തൂക്കും. വിചാരണയ്ക്കു ശേഷം കർമ്മങ്ങൾ മീസാനിൽ തൂക്കും. 4. മുനാഫിക്കുകളെ ഡാഷ് വിചാരണ ചെയ്യും. മുനാഫിക്കുകളെ അന്ന് ശക്തമായി വിചാരണ ചെയ്യും. 5. നന്മകൾ ഡാഷ് സിറാത്ത് കടന്ന് സ്വർഗത്തിൽ എത്തും. അവിടെ നന്മകൾ മുൻതൂക്കമായവർ സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്തും. 3ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. 1. അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? ഇത് ആര്, ആരോട്, ഏത് സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമാണ്? ഉത്തരം: വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ചുകൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം നോക്കില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. ആയിഷ: അന്ന് അതിഭീകരമായ ദിനമാണ്, ആരും പരസ്പരം നോക്കുകയില്ല. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ നബിയല്ലാഹ്, അന്ത്യനാളിൽ അങ്ങ് കുടുംബങ്ങളെ ഓർക്കില്ലേ? 2. ഇപ്പോൾ ഞാൻ പുറത്തു നിന്നിരിക്കുന്നു. ഇത് ആര്, ആരോട്, എപ്പോൾ പറയുന്ന കാര്യമാണ്? ഉത്തരം: വല്ലപ്പോഴും തെറ്റുവന്നു പോയ ചില സത്യവിശ്വാസികളോട് അല്ലാഹു തആല ചോദിക്കും, നീ ഇങ്ങനെയൊരു ദോഷം ചെയ്തിട്ടില്ലേ? അതെ, ചെയ്ത ദോഷങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ അവർ സമ്മതിക്കും. അപ്പോൾ അവൻ പരാജയപ്പെട്ടുവെന്ന് ഉറപ്പിക്കും. ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല പറയും, ദുനിയാവിൽ ഇതെല്ലാം നാം മറച്ചുവെച്ചു, ഇപ്പോൾ ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അങ്ങനെ അവന് ഏട് വലത് കൈയിൽ നൽകപ്പെടും. 4ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബു. 1. ആളുകൾ എങ്ങനെയാണ് മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്നത്? ഉത്തരം: വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടും. 2.
കിതാബ് വലത് കയ്യിൽ കിട്ടുന്നത് ആർക്ക്? ഉത്തരം: സത്യവിശ്വാസികൾക്ക്, നന്മ മുൻതൂക്കമായവർക്ക്. 3. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരെഴുതുക. ഉത്തരം: അമ്പിയാക്കൾ അഥവാ നബിമാർ. 4. സിറാത്തിൽ നിന്ന് നരകത്തിൽ വീഴുന്നത് ആരാണ്? കുറ്റം ചെയ്തവർ, അവിശ്വാസികൾ, കപടവിശ്വാസികൾ. അവസാനത്തെ വർക്ക് നുഇദ്ദുൽ ഫിഖറ. ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം. മഹ്ശറിൻ്റെ ഭയാനകത. വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. സൃഷ്ടിജാലങ്ങളുടെ തിക്കും തിരക്കുമാണവിടം. ഏഴാകാശങ്ങളും ഭൂമിയും നിറയെയുള്ള സൃഷ്ടിജാലങ്ങൾ, മലക്കുകളും ജിന്നുകളും മനുഷ്യരും പിശാചുക്കളും പക്ഷികളും വന്യജീവികളുമെല്ലാം അവിടെ സംഗമിക്കും. സൂര്യൻ ഇരട്ടി ചൂടുമായി അതീവ കാഠിന്യത്തോടെ ഒരു ചാണകലത്തിൽ ഉദിക്കുന്ന ദിനം. ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ കണക്കനുസരിച്ച് ചിലർ മുട്ടുവരെ, ചിലർ ഊര വരെ, ചിലർ ചുമൽ വരെ, ചിലരാകട്ടെ പൂർണ്ണമായും വിയർപ്പിൽ മുങ്ങിപ്പോകുന്നവരും. വല്ലാത്തൊരു ദിനം.